നമുക്കിന്ന് നല്ല ഹെൽത്തിയായ ഉള്ളി ലേഹ്യത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിളർച്ച, രക്തക്കുറവ് തുടങ്ങി ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിനും കൂടാതെ പ്രസവാനന്തര സ്ത്രീകൾക്ക് ശരീരപുഷ്ടിക്കായി കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അതിനായിട്ട് 1/2 കിലോ ചെറിയ ഉള്ളി, ഇത് നമ്മൾ ഈ ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ ഉള്ളിയെല്ലാം അടിക്കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 600 ml വെള്ളവും ഒപ്പം 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കുക. ഈ വെള്ളം തിളച്ചു തുടങ്ങുമ്പോഴേക്കും തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 15-20 മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് തന്നെ അതിലെ ആ വെള്ളമെല്ലാം വറ്റിയിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ ലേഹ്യത്തിലേക്ക് ചേർക്കാൻ ആവശ്യമായ ശർക്കര അല്ലെങ്കിൽ കരിപ്പട്ടി, ഇവയിലേതെങ്കിലും ഒന്ന് മതി. നമ്മളിവിടെ കരിപ്പട്ടിയാണ് എടുത്തിട്ടുള്ളത്, അതും 275 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 300-350 ഗ്രാം വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കരിപ്പട്ടി ഒന്ന് പാനി കാച്ചിയെടുക്കണം. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ പൊടിയോ കല്ലോ മണ്ണോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അരിച്ച് മാറ്റുക എന്നതാണ്. ഇവിടെയാണെങ്കിൽ ഈ കരിപ്പട്ടിയിലേക്ക് ഉദ്ദേശം 100 ml വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി നമ്മളത് പാനി കാച്ചി എടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഈ കരിപ്പട്ടി പാനി കാച്ചി അരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ചൂടാറി കഴിയുമ്പോഴേക്കും ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 4 ഏലക്കയുടെ അരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 5 ഗ്രാമ്പു, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്കിത് അരച്ചെടുക്കാം. ശേഷം ഒരു അടിക്കട്ടിയുള്ള ഉരുളിയിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. നേരത്തെ ചെറിയ ഉള്ളി വേവിക്കാനെടുത്ത അതേ ഉരുളി തന്നെയാണ്, അടിക്കട്ടിയുള്ള ഉരുളി തന്നെയാണ് എന്തുകൊണ്ടും ലേഹ്യം ഉണ്ടാക്കാൻ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് അതെടുത്തതും. അപ്പോൾ അത് നമുക്ക് കഴുകേണ്ട കാര്യമൊന്നുമില്ല, ഉള്ളി വേവിച്ചതല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഈ പേസ്റ്റാക്കി വെച്ച ചെറിയ ഉള്ളി എല്ലാം ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പാനി കാച്ചി വെച്ച കരിപ്പട്ടി ഉണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം തുടരെ ഇനി അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കൈയെടുക്കാതെ തന്നെ തുടരെ ഇളക്കി കൊടുക്കണം. ആദ്യം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തുടരെ ഇളക്കി കൊടുക്കുക. അതായത് ചെറിയുള്ളി പേസ്റ്റും അതുപോലെ കരിപ്പട്ടി പാനിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി ആ ഒരു മിശ്രിതമൊന്ന് തിളച്ച് വരുന്നത് വരെയും തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ശേഷം മീഡിയം, ഹൈ അങ്ങനെ മാറി മാറി ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഈ ലേഹ്യം കുറുക്കിയെടുക്കാൻ. മറ്റൊന്നത് തിളച്ച് വരുന്നതിനനുസരിച്ച് റിസ്ക് കൂടുതലാണ്, കയ്യിലൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുക. തിളപ്പൊക്കെ മാറി വരുന്ന സമയത്ത് വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഇതിൽ ജലാംശമൊക്കെ ചെറിയ തോതിൽ വറ്റി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും തുടരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ഇടവിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതായത് ഈ ലേഹ്യം ഉരുളിയിൽ നിന്ന് ചെറിയ തോതിൽ വിട്ട് വരുന്നത് വരെയും ആവശ്യാനുസരണം കുറേശ്ശെ നെയ്യ് ചേർത്ത് ഇളക്കി വേണം നമുക്ക് ഈ ലേഹ്യം തയ്യാറാക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ 2ാം തവണയും 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. എന്ന് കരുതി നെയ്യ് ഓവറായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലേഹ്യം ഉരുണ്ട് ബോൾ പോലെയൊക്കെ ആയിപ്പോവും, കടിച്ചാൽ പോലും പൊട്ടില്ല, ആ ഒരു അവസ്ഥയിലായിപ്പോവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ആവശ്യാനുസരണം, ആവശ്യം മനസ്സിലാക്കി മാത്രം ചേർത്ത് കൊടുക്കുക. 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണിനകത്ത് മാത്രം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഒടുവിലായി 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മാത്രം മതി, 1-1.5 ടേബിൾ സ്പൂണോ മാത്രം മതിയാവും ഈ ഒരളവിൽ നമുക്ക് ലേഹ്യം തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ലേഹ്യം ഉരുളിയിൽ നിന്ന് വിട്ട് നീങ്ങി മാറുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, അതാണ് നമ്മുടെ ആ ഒരു ലേഹ്യം തയ്യാറാക്കുന്ന ആ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. കൂടിപ്പോയാൽ കല്ല് പോലെ ആയിപ്പോവും. കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ലേഹ്യം ഈ ഒരു പാകം എത്തുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, പാത്രപാകം എന്നൊരു കണക്കും കൂടിയുണ്ട്. അതായത് പാത്രത്തിലെ ചൂടും കൂടി കണക്കിലെടുത്ത് വേണം നമുക്ക് ഈ ലേഹ്യം തയ്യാറാക്കാൻ. അങ്ങനെ ലേഹ്യം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിലെ ചൂട് പൂർണ്ണമായി മാറി വരുമ്പോഴേക്കും നമുക്കിത് വൃത്തിയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 1-2 മാസത്തോളം ഉപയോഗിക്കാം. ഡെയിലി 1 ടീസ്പൂൺ വീതം കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.